ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. ആർക്ക് വേണ്ടിയാടാ നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തേ? ആരുടെ കൊട്ടേഷനാണ് എടുത്തേ? റോഷ, ഇവരെ എത്രയും പെടുന്ന സ്റ്റേഷനിൽ എത്തിക്കണം. അവിടെ ചെല്ലുമ്പോ ഇവന്മാര് പറഞ്ഞു തുടങ്ങിക്കോളും. മോള് പറയുന്ന വേദനയുള്ള കഥകൾ കേൾക്കുമ്പോ ചങ്ക് പൊട്ടിപ്പോവാ. അതാ മോള് ചെല്ല. ഇപ്പൊ കഴിഞ്ഞേനെയല്ല. അവൾ പറഞ്ഞത് ഏട്ടത്തെയും കേട്ടില്ലേ? അമ്മയായ എനിക്ക് എങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റും? ഇതുപോലുള്ള ലോക്കറ്റ് ഒരുപാട് പേർക്ക് കാണുമല്ലോ. പിന്നെ എന്തിനാ എന്റെ കഴുത്തിലെ ലോക്കറ്റ് കണ്ട് ഞാൻ തന്നെയാ മകളെന്ന് പറഞ്ഞത്? അവരെന്റെ അമ്മയല്ല, വേറെ ആരോ ആണ്. എന്നെ എന്തിനാ ഇങ്ങനെ വേദനിപ്പിക്കുന്ന കൃഷ്ണ? സത്യം എന്താണെന്ന് എന്നോട് പറഞ്ഞാ പോരെ? ഹലോ. ബ്രോ, ഞാൻ റോഷാണ്. എന്താ റോഷ്? വരുൺ, നിങ്ങൾക്ക് ലൊക്കേഷനിൽ അപകടം ഉണ്ടായ ദിവസം ഷൂട്ടിൽ ക്രൂവിൽ നിന്ന് രണ്ടുപേർ ഓടിപ്പോയില്ലേ? അവരെ ഞാനിപ്പോ കണ്ടു. എവിടെ വെച്ച്? അതെ, സിറ്റിയിലെ ബേക്കറി ജംഗ്ഷന് താഴെ റിസർവ് ബാങ്കിന് തൊട്ടടുത്തുള്ള തട്ടുകടയിൽ നിന്ന് ചായ കുടിക്കുക. റോഷ്, അത് അവര് തന്നെയാണെന്ന് ഉറപ്പാണോ? എനിക്ക് ഉറപ്പാ. ഒരു കാര്യം ചെയ്യ്, അവർ മിസ്സാവരുത്. അത് ഞാൻ നോക്കിക്കോളാം. ഇത്രയും വലിയ സംഭവം ചെയ്തവരല്ലേ, അവരെ വിടാൻ പാടില്ലല്ലോ. വരണേ, പെട്ടെന്ന് വരാൻ നോക്ക്. ഞാൻ ഉടനെ എത്താം. എന്താ സാറേ? അന്ന് നിങ്ങളെന്തിനാ ലൊക്കേഷനിൽ നിന്ന് ഓടിപ്പോയത്? അത് ചോദിക്കാൻ സാറിന് എന്താ അവകാശം? അതെ സാറേ, നടനും പണിക്കാരും ഒക്കെ ലൊക്കേഷനിൽ. ഇവിടെ സാർ ആ ജാട കാണിക്കണ്ട. അതെ, അത് നിങ്ങളുടെ വെറും തോന്നല. സിനിമയിൽ മാത്രമേ ഞങ്ങളുടെ ഹീറോയിസം കാണിക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങളെ
പോലീസുകാർ തിരയുന്ന പ്രതികളാ. ആണെങ്കിൽ തനിക്കെന്നാ? ഹാ. ഞങ്ങൾക്ക് സൗകര്യമുള്ള പോലെ ചെയ്യും. ഉം. സാറ് വെറുതെ തടി ചീത്തയാക്കാതെ പോവാൻ നോക്ക്. ദേ സാറേ, ഇതിനപ്പുറത്തേക്ക് ഞങ്ങളുടെ കോട്ടയാ. ഒരൊറ്റ വിസിലടിച്ചാലേ പിള്ളേരൊന്ന് സാറിനെ പൊക്കും. പിന്നെ സാറിന്റെ പടം കാണാനായിരിക്കും ആൾക്കാർ ഇടിച്ചു കയറുന്നത്, ജഡം കാണാനായിരിക്കും. വിട്ടുപോ സാറേ. ഡാ. അങ്ങനെയൊന്നും നീയൊന്നും പോണ്ടാ. പ്രതാപ, ഇവ സമ്മതിക്കത്തില്ലടാ. എന്നാ പിന്നെ നമ്മുടെ സ്വഭാവം തന്നെ ഇവന് കാണിച്ചു കൊടുത്താലോ? ഡാ. ഹേയ്. സാറേ, സിനിമയെ നിങ്ങൾ പല കാര്യങ്ങളും ഡൂപ്പിനെ വെച്ച് ചെയ്യും. അതും കൊണ്ട് നേരിട്ട് ഈ പണിക്കിറങ്ങല്ലേ, കയ്യും കാലും ഓടിയും. ഇനി ഞങ്ങളുടെ പിന്നാലെ വന്ന തന്നെ ഞാൻ തീർക്കും. വാടാ. ഇങ്ങനെയൊക്കെ വെല്ലുവിളിച്ചു കഴിഞ്ഞാ ഈ കൈക്കരുത്ത് നിങ്ങൾക്ക് മാത്രമല്ല ക്രിസ്റ്റി. നിനക്കൊക്കെ ഒരു തോന്നലുണ്ട് ഞങ്ങൾക്കൊന്നും ഒന്നിനും കൈ പൊങ്ങില്ലെന്ന്. അതൊക്കെ വേണ്ടെന്ന് വെച്ചിട്ടല്ലടാ ക്രിസ്റ്റി മോനെ. ആർക്ക് വേണ്ടിയാടാ നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തേ? ആരുടെ റൊട്ടേഷനാണ് എടുത്തേ? പറയണം. ചോദിച്ചിട്ടില്ല, പറയണം അങ്ങോട്ട്. പറയടാ. റോഷ, ഇവരെ എത്രയും പെട്ടെന്ന് സ്റ്റേഷനിൽ എത്തിക്കണം. അവിടെ ചെല്ലുമ്പോ ഇവന്മാര് പറഞ്ഞു തുടങ്ങിക്കോളും. നടക്കണം അങ്ങോട്ട്. പോടാ.